ബിസിനസിനെ പറ്റി നന്നായിട്ട് പഠിച്ച് എന്നാൽ പിന്നെ ശക്തമായി ഏറ്റെടുത്ത് വിജയിപ്പിച്ച് മുന്നോട്ടേക്ക് പോയി കളയാം എന്ന് വിചാരിച്ച് സെലക്ട് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിക്കും. ആണോ? നിങ്ങൾ ആരെങ്കിലും ഡയറക്ട് സെല്ലിംഗ് അടിപൊളിയാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അടിപൊളിയാണ്, അതിൽ മൈലേഷൻ മാർക്കറ്റിംഗ് അടിപൊളിയാണ്, അതിൽ ശ്രീജ മാഡത്തിന്റെ ടീം അടിപൊളിയാണ്, എന്നാൽ പിന്നെ ചെയ്തു കളയാം എന്ന് വിചാരിച്ചിട്ട് വന്നവരാണെന്ന് തോന്നുന്നില്ല. വളരെ യാദൃശ്ചികമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടി മെല്ലെ പഠിച്ച് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന ആൾക്കാരായിരിക്കണം. കാരണം അത്തരത്തിൽ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഞാനും. ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചെന്നാൽ പിന്നെ ഡയറക്ട് സെല്ലിംഗ് ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് വന്ന ആളല്ല. വളരെ യാദൃശ്ചികമാണ്. ഏതൊരു സാധാരണക്കാരനെ പോലെ തന്നെ ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പല മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു സാധാരണക്കാരൻ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കും ചോദിച്ചാൽ നമുക്കറിയാം, ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പിന്നിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അന്ന് യഥാർത്ഥത്തിൽ പണത്തിന് സ്ഥാനമുണ്ടോ ചോദിച്ചാൽ സ്ഥാനമൊക്കെ ഉണ്ട്. പക്ഷെ അതിലുപരി മറ്റു പല ഘടകങ്ങൾക്കാണ് ചേർന്ന സ്ഥാനം. പക്ഷെ ഇന്ന് പണമില്ലാതെ ഒന്നും നടക്കില്ല, സാമ്പത്തികമില്ലാതെ ഒന്നും നടക്കില്ല. സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കൂടി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ച് പ്രവർത്തിച്ചേ മതിയാവും. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ അത്തരത്തില് നമ്മളൊരു പക്ഷെ പഠിച്ച് വളർന്ന് വരുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള, വരുമാനം ഉണ്ടാക്കാനുള്ള, കയ്യിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക, ജോലി നേടുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാട്ടിലെ പണിക്കൊക്കെ പോവാം, അല്ലെങ്കിൽ ഗൾഫിൽ പോവുക, അല്ലെ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ വലിയ വരുമാനം ഉണ്ടാക്കിയ ആൾക്കാർ പറ്റി നോക്കുമ്പോൾ അവർ ചിലപ്പോൾ ഗൾഫിൽ പോയവരായിരിക്കും, വലിയ ബിസിനസ് ചെയ്ത ആൾക്കാരായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ വലിയ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് മൊത്തം ആൾക്കാർ പൈസ വരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആരും തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വലിയ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരമ്പരയിൽ ഒരു കുടുംബത്തിൽ നിന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ ചുറ്റുവട്ടത്തും ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുന്നേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവില്ല പരിചയത്തിൽ. ഈ അടുത്തായിട്ട് നമ്മൾ മൈലേജ് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കുറച്ചുകൂടി ശക്തമായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഡയറക്ട് സെല്ലിംഗിൽ കൂടി വലിയ വരുമാനം, മൈലേജിൽ കൂടി വലിയ വരുമാനം ഉണ്ടാക്കിയ ആൾക്കാരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ആർക്കും തന്നെ നമ്മളുടെ മുന്നിൽ, അല്ലെ, നമ്മുടെ മുന്നേ കടന്നു പോയിട്ടുള്ള നമ്മുടെ അച്ഛനമ്മമാരോ അച്ചാച്ചനോ അമ്മമ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും തന്നെ ഡയറക്ട് സെല്ലിംഗിൽ വലിയ മാറ്റം ചെയ്ത് വലിയ മാറ്റം ചെയ്തിട്ടുണ്ടാക്കിയ ആൾക്കാർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ പറ്റി നമുക്ക് വലിയ അറിവുണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ അത്തരത്തിലുള്ള അറിവില്ലായ്മയോട് തന്നെയാണ് ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ചിന്തിക്കുന്ന പോലെ നന്നായിട്ട് പഠിക്കുക, ഒരു ജോലി നേടുക. ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. പഠിക്കാനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു വീട്ടിൽ, കാരണം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നന്നായിട്ട് പഠിക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ HCL ഇൻഫോസിസ്റ്റമിലെ ഒരു കമ്പനിയിൽ, ഇന്ത്യയിലെ നമ്പർ 1 ഇൻഫോസിസ്റ്റം കമ്പനിയാണ്, അതിൽ ജോലി കിട്ടി. 2008 ജോലി കിട്ടി. ഞാൻ അങ്ങോട്ടേക്ക് പോയി. ഹൈദരാബാദിൽ ട്രെയിനിങ് ആയിരുന്നു, ചെന്നൈയിലായിരുന്നു പോസ്റ്റിംഗ്. ചെന്നൈയിൽ പോസ്റ്റിംഗ് ഉള്ള സമയത്ത് എന്റെ കൂടെ റൂംമേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ല, കൂത്തുകുറുമ്പാരനായിട്ടുള്ള ഒരു റോഷൻ 11 വർഷമായിട്ട് HCL എന്നുള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ആ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം ഉണ്ടായി, ടെൻഷൻ ഉണ്ടായി. കാരണം 11 വർഷമായിട്ടും സാലറി വലിയ ഹൈപ്പില്ലാതെ ഭയങ്കര ടെൻഷനായിട്ട്, സ്ട്രെസ്ഡ് ആയിട്ട്, രാവിലെ 7 മണിക്ക് പോകുന്നു, രാത്രി 8 മണിക്ക് തിരിച്ചു വരുന്നു. ഹാർഡ് വർക്കിംഗ് ആണ്. കുറച്ചധികം സാലറി കിട്ടാനും അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് ചേക്കേറാൻ വേണ്ടി ഇങ്ങനെ പെടാപ്പാട് വിടുന്ന ഹാർഡ് വർക്കിംഗ് ആയിരുന്നു വ്യക്തി. ആ വ്യക്തിയെ കണ്ടപ്പോ ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് നോക്കി. കാരണം മറ്റൊന്നല്ല, അത്തരം ആ വ്യക്തിയെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത ഒരാളല്ല ഞാൻ. ആ വ്യക്തിയുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? 11 വർഷമൊക്കെ കഴിയുമ്പോൾ, ഞാൻ 20ാമത്തെ വയസ്സിലാണ് ജോലിക്ക് പോകുന്നത്. 11 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് ആ വ്യക്തിയെ പോലെയാണ് ഞാനെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫല്ല ആ ഒരു കമ്പനിക്ക് തരാൻ, അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് തരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് പ്രൈവറ്റ് മേഖലയെ പൂർണ്ണമായിട്ടും വെറുത്തുകൊണ്ട് ഞാൻ ആ ജോലിയും റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യഥാർത്ഥത്തിൽ നന്നായിട്ട് പഠിപ്പിക്കാനോ നന്നായിട്ട് ഭക്ഷണം തരാനോ പോലും സാഹചര്യമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് പഠിച്ച് ജോലി കിട്ടിയിട്ട് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരവസ്ഥ എന്തായിരിക്കും? പക്ഷെ എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്ത നല്ല ജോലി. അതുകൊണ്ട് ഒന്നുകൂടി ശക്തമായിട്ട് ഞാൻ പഠിച്ചു. അതിന്റെ ഭാഗമായിട്ട് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ISRO നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അവിടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി. ഏതാണ്ട് 7 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ജോലി യഥാർത്ഥത്തിൽ ആ ജോലി നല്ല ജോലിയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി, ശനിയും ഞായറും ലീവാണ്. അതേപോലെ 9 to 5 ജോബാണെങ്കിൽ ഗവൺമെന്റ് പോകുമ്പോൾ നമുക്കറിയാം വലിയ ഹാർഡ് വർക്കിംഗ് ഉണ്ട്, നല്ല രസകരമായിട്ടുള്ള ജോലിയാണ്. അപ്പോ
പക്ഷെ അന്ന് സാലറി കിട്ടുന്നു, നന്നായിട്ട് പോകുന്നു, ജീവിതം മുന്നോട്ട് പോകുന്നു. ഞാൻ ഒറ്റക്കാണ് ആ സമയത്ത്. വീട്ടിലേക്ക് അത്യാവശ്യം പൈസ നാട്ടിൽ തന്നെ ട്രിവാൻഡ്രത്താണ്, അവിടെ നിൽക്കും. പക്ഷെ 7 വർഷം ഏതാണ്ടാകുമ്പോ ഞാനൊരു കല്യാണം കഴിച്ചു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും എനിക്ക് നോക്കാം, കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ സ്വാഭാവികമായിട്ട് നമ്മുടെ ചെലവുകൾ, നമ്മുടെ ചിന്തകൾ വലുതാവും. പക്ഷെ അതേസമയത്ത് വരവ് കൂടുതൽ ചില കൂടില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റഡ് ആയി എങ്ങനെ ഈ ആഴ്ച തികക്കും, എങ്ങനെ ഈ മാസം തികക്കും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് നമുക്ക് അടുത്ത ആവശ്യങ്ങൾ വരിക. സ്വന്തമായിട്ട് വീട് വെക്കണം, കാറ് വാങ്ങിക്കണം, കുട്ടികളുടെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ചിലവുകളും കാര്യങ്ങളും, പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ, അല്ലെ, മൊത്തത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ടും തികയില്ല എന്നുള്ള അവസ്ഥയ്ക്ക് വരും. അത് സ്വാഭാവികം എന്റെ ലൈഫിൽ പറഞ്ഞു. അന്ന് ചിന്തിച്ചു നോക്കിയപ്പോ എനിക്ക് കിട്ടുന്ന സാലറി ഒരു 10 വർഷം ജോലി ചെയ്താലും എന്റെ ആവശ്യങ്ങൾ നോക്കുമ്പോൾ കാര്യമായിട്ട് ഒന്നും നേടാൻ സാധിക്കില്ല. ഒരു 10-50 ലക്ഷത്തിൽ കിട്ടുമായിരിക്കും, പക്ഷെ 50 ലക്ഷം കൊണ്ട് നേടിയെത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ഇന്ന് നാളെ വീട് വെക്കാൻ തീരുമാനിച്ചത് 10 വർഷം വർക്ക് ചെയ്ത് സാലറി കൊണ്ട് പിന്നെ വേറെ ഒന്നിനും ഇതില്ല, തികയില്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോ ഞാൻ ആ ജോലിയും കൂടി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. കാരണം മനസ്സിൽ മറ്റൊരു ഐഡിയ ഉണ്ട്. ജീവിതത്തിൽ വലിയ വരുമാനം ഉണ്ടാക്കിയ ആൾക്കാർ, പണം ഉണ്ടാക്കിയ ആൾക്കാർ, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത ആൾക്കാർ, സ്വന്തമായിട്ടൊരു വലിയ ബിസിനസ്, അല്ലെ, ഒരു സംരംഭം ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വലിയ വരുമാനം ഉണ്ടാക്കി എന്നുള്ളത് പുറമേ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മൾക്ക് ആർക്കും മറ്റൊരാൾ പറയുന്ന സമയത്തിനോ അവർ പറയുന്ന രീതിയിലോ ജോലി ചെയ്യാൻ ആഗ്രഹമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ജോലി ചെയ്യാൻ, നമ്മുടെ സൗകര്യപ്രകാരം, അല്ലെ, ജോലി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ആരെയും അടിമയായിട്ട് നിൽക്കാനോ ഒന്നും നമുക്ക് ആഗ്രഹമില്ല. നമുക്കിഷ്ടം, നമ്മുടെ ഇഷ്ടം പോലെ ജീവിതം മുന്നോട്ട് കൊണ്ട് നമുക്ക് ആഗ്രഹം. അപ്പൊ ആ ഒരു കാര്യം കൂടി സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് റിസ്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് വൈഫിന് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ജോലി ഉണ്ടായത് കൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. അതിന്റെ നാട്ടിലേക്ക് വന്ന് ബിസിനസ് ചെയ്യാനുള്ള ചെയ്യുന്നത്. കുറച്ചു കാലം വീട്ടുകാർക്കൊന്നും മനസ്സിലായിട്ടില്ല റിസൈൻ ചെയ്ത് വലിയ എന്നുള്ളത്. കാരണം പക്ഷെ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ മനസ്സിലായി. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു എന്താ പരിപാടി. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണ്. എന്ത് ബിസിനസ്സിലെ ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ ഇത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നു. പക്ഷെ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര സ്പീഡ് കുറവാണ്, ആൾക്കാർക്ക് അങ്ങനെ കിട്ടില്ല. അതിനുശേഷം ജിയോ വന്നു, എല്ലാം 5G ഒക്കെ വന്നതിന് ശേഷം എല്ലാവരും വളരെ സ്പീഡായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കണ്ടീഷനായില്ല. നമ്മളിപ്പോ ഈ ഗൂഗിൾ മീറ്റ് നടക്കുന്നു, ഇതൊരു 6 വർഷം മുന്നേ നടക്കുന്ന ഗൂഗിൾ മീറ്റ് ഇത് എല്ലാവർക്കും കാണാൻ കേൾക്കാൻ പറ്റില്ല. കാരണം ഫുള്ള് ഹാങ് ആയിട്ടുണ്ടാവും, ഡാറ്റ അത്രയും സ്ലോ ആയിരിക്കും. ഈ അവസ്ഥ അന്നത്തെ അവസ്ഥ എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ അന്ന് ഇന്റർനെറ്റ് ഏഷ്യാനെറ്റ്, BSNL പോലുള്ള കമ്പനികളുടെ ഇന്റർനെറ്റ് എടുത്തുകൊണ്ട് കച്ചവടക്കാരിലേക്കും വീടുകളിലേക്ക് എത്തിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വെച്ചിട്ട് എത്തിക്കുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പയ്യന്റെ ഒരു ചെറുതായിട്ടുള്ള ഓഫീസൊക്കെ ഓപ്പൺ ചെയ്ത് ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോയി. അപ്പൊ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിസിനസ് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ, വലിയ ലാഭത്തിലേക്ക് എത്തുന്നില്ല. കാരണം നമ്മൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ലാഭത്തിലേക്ക് എത്തില്ല, കുറച്ച് സമയം എടുക്കും. വൈഫിന് ജോലിയുണ്ട്, അങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നാട്ടിൽ തന്നെ ഒരു വീട് നമ്മുടെ കുടുംബത്തിലെല്ലാം കൂടി വെച്ച് കല്യാണം, പെങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞു. അതേപോലെ അങ്ങനെ കുറെ ചെലവുകളും കാര്യം പോകുന്ന അത്യാവശ്യം ബാധ്യതയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആരും ആഗ്രഹിക്കാത്ത, ഇഷ്ടമില്ലാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു അതിഥി നമ്മുടെ ലൈഫിലേക്ക്, എല്ലാവരും ലൈഫിലേക്ക് വന്നത്. അത് മറ്റൊന്നല്ല, കോവിഡ്, കൊറോണ വന്നതോടുകൂടി എന്റെ ബിസിനസ് വളരെ ബുദ്ധിമുട്ടിലേക്കായി. കംപ്ലീറ്റ് കസ്റ്റമറും റീചാർജ് ചെയ്യാതെയായി, മൊത്തത്തിൽ ഡൗൺ ആയി. അപ്പോൾ ബിസിനസ് ലോൺ ഭയങ്കരമായിട്ട്, ബിസിനസ് ലോൺ ഉണ്ട്, എടുത്ത ലോണിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്നു. എല്ലാ തരത്തിലും വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിയ സമയത്ത് ഈ ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരു സമയത്താണ് എനിക്ക് വളരെ യാദൃശ്യം എന്നെ എന്റെ സുഹൃത്തായിട്ടുള്ള ഷാജഹാൻ, പുള്ളിയുടെ ഓഫീസിൽ എന്റെ ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഉണ്ട്. ഒരു ദിവസം വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ വൈകിട്ട് കാണണം, നാളെ വൈകിട്ട് 5 മണിക്ക് എന്റെ ഓഫീസിൽ വരണം, എന്നോട് കാണുന്നു പറഞ്ഞു. അത് പുള്ളി എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഷാജഹാൻ എന്നെ വിളിക്കുന്നതിന് മുന്നേ ഒരാഴ്ചയായിട്ട് എന്റെ ഇന്റർനെറ്റ് മൊത്തം സ്ലോ ആണ്, കട്ടായിക്കൊണ്ടിരിക്കുന്നു, ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് നമുക്കറിയാം എല്ലാവരും ഭയങ്കര കസ്റ്റമേഴ്സിന് ഭയങ്കര പ്രഷറായിരുന്നു. നമ്മൾക്കിപ്പോ വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞു. വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് എങ്ങാനും പോയാലോ, അല്ലെങ്കിൽ കേബിൾ കണക്ഷൻ ഒക്കെ കട്ടായാലോ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഉടനടി കസ്റ്റമർ കെയറിലേക്ക്, അല്ലെങ്കിൽ KSEB കറണ്ട് പോയാലോ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അതിന് KSEBിലേക്ക് വിളിച്ച് വല്ലാണ്ട് തെറി പറയും. അതേപോലെ എന്റെ കസ്റ്റമർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബുദ്ധിമുട്ടാണ്. എന്റെ ഇന്റർനെറ്റ് ഭയങ്കര സ്ലോ ഡൗൺ ആവുന്ന, കട്ടാവുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ ഷാജഹാൻ എന്ന വ്യക്തിയും എന്റെ സുഹൃത്തും എന്നെ വിളിച്ചിട്ട് എന്താണ് പ്രശ്നം ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ അടുത്ത വിഷയമല്ല, അത് മൊത്തത്തിലുള്ള വിഷയമാണ്.
അങ്ങനെ ഇരിക്കുകയാണ് പുള്ളി എന്ന് പറഞ്ഞത് നാളെ വൈകിട്ട് 5 മണിക്ക് എന്റെ ഓഫീസിലേക്ക് വരണം, കുറച്ച് കണക്കിച്ചാ പറഞ്ഞത്. എന്തായാലും എന്റെ കസ്റ്റമറാണ്, വെറുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റൊന്നല്ല, കുറച്ച് നാളുകളായിട്ട് ഇന്റർനെറ്റ് കട്ടാവുന്നതിന്റെ ഭാഗമായിട്ട് ഷാജഹാൻ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഫോൺ വഴി അല്ലാതെ നേരിട്ട് മുഖത്തോട് മുഖം നോക്കി തെറി പറയാം, 2 വർത്താനം പറയാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും വിളിക്കുന്നത്. പേടിയോടുകൂടി ഞാൻ ഓഫീസിൽ പോയ സമയത്ത് ഷാജഹാന്റെ മുമ്പിൽ 2 കസ്റ്റമർ ഇരിക്കുന്നുണ്ട്. വേറെ വൈകുന്നേരം ആയതുകൊണ്ട് ബാക്കി സ്റ്റാഫൊക്കെ പോയി, 2 കസ്റ്റമർ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കുന്ന സമയത്ത് ഈ കസ്റ്റമറാണ് എന്റെ നാട്ടുകാരും. എനിക്ക് അങ്ങനെ കുറച്ചുകൂടി ടെൻഷനായി, കാരണം ഈ നാട്ടുകാർ മുമ്പിൽ ചെന്ന് തെറി പറയാൻ ടെൻഷനാണ്. ഞാൻ നാട്ടിൽ കയറുന്നതിലും ഷാജഹാൻ പറഞ്ഞത് ഒരു ടേബിൾ നീ അവിടെ മാറിയിരിക്കുന്നു, സമാധാനമായി. ഞാൻ മാറിയിരിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തി എന്റെ അടുത്തേക്ക് കടന്നു വന്ന് പുള്ളി ഒരു ബ്രോഷർ ഓപ്പൺ ചെയ്യുന്നുണ്ട്, കുറെ പ്രൊഡക്റ്റ് പറയുന്നത്. ഞാൻ ആയുർവേദ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം ഇങ്ങനെ കുറെ പ്രൊഡക്റ്റുകളുണ്ട് എന്ന് പറഞ്ഞ് പുള്ളി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിത് കേൾക്കുന്നുണ്ടെങ്കിലും പുള്ളി എന്ത് പറയുന്നത് എന്റെ വിഷയമല്ല. എന്റെ വിഷയം ഷാജഹാൻ എന്ന് പറയുന്നത്, ഷാജഹാന്റെ കസ്റ്റമറാണ്, അതൊക്കെ വിഷയം സംസാരിക്കുന്നില്ല എന്റെ വിഷയം. അതുകൊണ്ടാണ് ഈ വ്യക്തി പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഷാജഹാന്റെ മുമ്പിലെ കസ്റ്റമേഴ്സ് എണീച്ച് പോയപ്പോൾ ഷാജഹാൻ എന്റെ അടുത്തേക്ക് വന്നു, ഇതിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ബിസിനസ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ബ്രോഡ്ബാൻഡ് ബിസിനസ് എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഷാജഹാനെ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഷാജഹാൻ പറഞ്ഞു നിന്റെ ആ ബിസിനസ് അല്ല, ഈ ബിസിനസ് എങ്ങനെയാണ്. അപ്പോഴാണ് ഞാൻ ഇത് ബിസിനസ് ആണ്. ഈ വ്യക്തി കമ്പനി വ്യക്തി കുറെ പ്രൊഡക്റ്റുകൾ, ആയുർവേദ പ്രൊഡക്റ്റ് പരിചയപ്പെടും, എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല, നീ വേറെ എന്തെങ്കിലും എന്നെ വിളിച്ചെന്ന് ചോദിച്ചു പറഞ്ഞു. അതിനൊന്നല്ല ഞാൻ വിളിച്ച് ഇതിന്റെ കാര്യം പറയാനാണ്, ഇതൊരു ബിസിനസ് ആണ്. ഇല്ല സാറേ നിങ്ങൾ ഇതിന്റെ പ്ലാൻ പറഞ്ഞിട്ടില്ലേ? അതുവരെ പ്ലാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് പ്ലാൻ പറയാൻ പറ്റുന്നത്. ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നടുക്കൊരു വരയിട്ട് മുകളിൽ ഉണ്ടയിട്ട് പറഞ്ഞു നീയാണ് ഇന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നേ ഞാൻ കേട്ടതുകൊണ്ട് ഇത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇതൊരു പ്ലാൻ പറയുമ്പോൾ തന്നെ ഇത് മറ്റൊരു പരിപാടി അല്ലേ, ആൾക്കാരെ ചേർക്കുന്ന പരിപാടിയല്ലേ എന്നൊരു ചിന്ത. അതേ ചിന്ത എനിക്കും ഉണ്ടായിട്ടുള്ളൂ. ഞാൻ 2,10,000 പോയിട്ട് 2,400 പോലും മുഴുവിക്കാൻ ഞാൻ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഈ പരിപാടിക്ക് ഞാൻ കുറെ തിരക്കുന്നുണ്ട് ഞാൻ അപ്പൊ തന്നെ. അതിനുശേഷം ഒരുപാട് മാസക്കാലം എന്റെ പുറകെ പുള്ളി നടന്നു. പലപ്പോഴും ബിസിനസിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു ബിസിനസ് മാത്രം എനിക്ക് താല്പര്യമില്ല. ഞാൻ അപ്പോഴേക്ക് എന്റെ ബിസിനസ് ഡൗണായി എങ്ങനെയെങ്കിലും കോവിഡിന്റെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടിരുന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇതിനെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ ഒരു ദിവസം വൈകിട്ട്, ഹർത്താലിന്റെ ദിവസം വൈകിട്ട് പുള്ളി എന്നോട് തോന്നിട്ട് ബിസിനസ്. അപ്പൊ പുള്ളി പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ബിസിനസ് തുടങ്ങണ്ട, നിങ്ങൾക്ക് നല്ല കുറച്ച് പ്രോഡക്റ്റ് ഉപയോഗിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറയുമ്പോൾ എന്നാ ഉദ്ദേശിക്കുന്നത്? നല്ല പ്രൊഡക്റ്റുകളുണ്ട്, വാണിംഗ് ഇല്ലാത്ത പേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ചോദ്യം, എന്റെ ചോദ്യം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഏതിനാ വാണിംഗ് ഇല്ല പേസ്റ്റ്, ഏതിനാ വാണിംഗ് ഉള്ളത്, ഏത് പേസ്റ്റിനാ വാണിംഗ് ഉള്ളത്? ഞാനിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 60ഓളം ആൾക്കാർ ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത് നിങ്ങൾ ഇത്രയും വർഷക്കാലം ഉപയോഗിച്ചിട്ട് കോൾഗേറ്റ്, ക്ലോസപ്പ്, പെസോഡിന്റെ പോലുള്ള പേസ്റ്റുകൾക്ക് വാണിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എത്ര വരുന്നത് നമ്മൾ ചിലപ്പോ അറിയുന്നുണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് പേസ്റ്റിനാ വാണിംഗ് ഉള്ള മാർക്കറ്റ്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ വാണിംഗ് ഉണ്ട്, പക്ഷെ നമ്മുടെ പേസ്റ്റിന് വാണിംഗ് ഇല്ല, ചെറിയ കുട്ടികൾക്കും കൊടുക്കുന്നില്ല, കുഴപ്പമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞ് 2.5 വയസ്സായ മകളുണ്ടായ സമയമാണ്. അവൾക്ക് നല്ല പ്രൊഡക്റ്റ്, നല്ല പേസ്റ്റ് കൊടുക്കാലോ വെച്ച് ഞാൻ പറഞ്ഞ പേസ്റ്റ് എനിക്ക് വേണം. പേസ്റ്റിന്റെ വില അന്ന് 175 രൂപ. ഞാൻ ഈ വിലക്ക് പറ്റില്ല, വിലക്കുറവിലേക്ക് നീ ജോയിൻ ചെയ്താൽ മതി, ID രജിസ്ട്രേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആ പരിപാടിക്ക് ഞാനില്ല. കാരണം ID രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നീ പറയും മീറ്റിങ്ങിന് വരാം, നീ പറയുന്നത് ഞാൻ പെട്ടുപോകും. അപ്പോഴാണ് പുള്ളി പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ID രജിസ്റ്റർ ചെയ്താൽ ഇത്രയും ക്വാളിറ്റിയിൽ ഉൽപ്പന്നം വിലക്കുറവിൽ ജീവിതകാലം വാങ്ങിച്ച് ഉപയോഗിക്കാം, നീ മറ്റൊന്നും ചെയ്യുന്ന ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് വീട്ടിലേക്ക് കൊണ്ട് സാധനം നോക്കി. പക്ഷെ കൂട്ടത്തിൽ എനിക്കുള്ള ഒരു അസുഖം ഷാജഹാൻ അറിയാം. അസുഖം മറ്റൊന്നുമല്ല, ശ്വാസമുട്ടിന്റെ പ്രശ്നമുണ്ട്, ജന്മനാ ഉണ്ട്. അത് ഇടക്കിടക്കേ വരും, വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച റെസ്റ്റ് ആണ്, ഒരു വർഷത്തിൽ 5-6 പ്രാവശ്യം വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഷാജഹാൻ അറിയാം. അപ്പൊ എന്നെ നിർബന്ധിച്ചിട്ട് കവചപ്രാവശ്യം കപ്പ് 2 പ്രൊഡക്റ്റ് ഞാൻ അകത്തേക്ക് കഴിക്കാൻ പറഞ്ഞാണ് വാങ്ങിപ്പിച്ചു. ഞാൻ വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുപോയി പേസ്റ്റ് സോപ്പ് അതിൽ ഉപയോഗിച്ചു. എല്ലാം നല്ല പ്രൊഡക്റ്റാണ്, നല്ല റിസൾട്ടാണ്, അടിപൊളി റിസൾട്ടാണ്. പക്ഷേ കവചപ്രാവശ്യം കപ്പ് ഞാൻ ഉപയോഗിച്ചു. പക്ഷെ ഒരു ദിവസം ജലദോഷം വന്ന സമയത്ത് ഞാൻ കപ്പിലെടുത്തിട്ട് അത് ഉപയോഗിക്കണോ വേണ്ടത് കൺഫ്യൂഷൻ വന്ന് ഞാൻ ഷാജഹാനെ വിളിച്ചു ചോദിച്ചു, ഷാജഹാൻ നീ തന്ന ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ നീ പ്രശ്നം വരുമോ? അപ്പൊ പുള്ളി പറഞ്ഞു ഒരു പ്രശ്നം നീ കഴിച്ചു. പക്ഷേ ഞാൻ കഴിച്ചില്ല. ദിവസം എന്നെ ഷാജഹാൻ വിളിച്ചു നീ കഴിച്ചു ചോദിച്ചു, ഞാൻ കഴിച്ചില്ല. എന്താ കഴിക്കാത്ത? എന്നാൽ ശരിയാവില്ല, അതൊരു മരുന്നല്ലേ, അതെങ്ങനെ കഴിക്കാൻ പറ്റും? അപ്പൊ ഷാജഹാൻ പറഞ്ഞു ഞാനതൊക്കെ ഞാൻ വരാൻ പറ്റും. പുള്ളി വൈകിട്ട് എന്റെ ഓഫീസിൽ കൂടുതൽ ഉപയോഗിക്കുന്ന കപ്പിലെ പൊട്ടിച്ചിട്ട് എന്റെ മുമ്പ്
ഇത് പറഞ്ഞാൽ കുറെ കാലമായിട്ട് ഇത് കഴിക്കുന്നതാണ്, എനിക്ക് നല്ല റിസൾട്ടാണ് കഫത്തിൽ, അതുകൊണ്ട് നിന്റെ പ്രശ്നം കഫത്തിന്റെ പ്രശ്നം, നീ അത് കഴിക്കരുത് വന്നു. ഞാൻ ആ വർത്താനം കഴിഞ്ഞു ഷാജഹാനോട് വിശ്വാസം ഉണ്ടാകുന്നത് രാവിലെ വൈകുന്നേരം സ്പൂണിൽ മരുന്ന് കഴിക്കുന്ന പോലെ കഴിച്ച് ഈ പറയുന്ന കഫ് ഇത്. ഡിയർ ഫ്രണ്ട്സ്, ഒരു ദിവസം കഴിച്ചതേ ഉള്ളൂ, പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എനിക്ക് ജലദോഷത്തിന്റെ പ്രശ്നം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ എനിക്കങ്ങനെ മാറിയിട്ടില്ലല്ലോ. ഇത് എല്ലാവരും കേസിൽ അങ്ങനെയാണ്. എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു 1.5 ദിവസം കൊണ്ട് എനിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് എന്റെ ബോഡിയുടെ എന്റെ ശരീരത്തിന്റെ പ്രകൃതം. പക്ഷെ എന്റെ വീട്ടിൽ ഇതേ പ്രൊഡക്റ്റിന്റെ വൈദ്യുതി കൊടുത്തപ്പോൾ 2 അതങ്ങനെയാണ് അല്ലെ. പക്ഷെ എനിക്ക് ആ റിസൾട്ട് വന്നപ്പോ ഞാൻ ഉടനടി ഷാജഹാനെ വിളിച്ചു, ഷാജഹാൻ ഇതിന്റെ പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്നങ്ങ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ആരെങ്കിലും പറയും നമ്മളൊരു സാധനം ഉപയോഗിച്ച് നല്ലതാണെങ്കിൽ നല്ലത് വല്ലതും വിളിച്ച് പറയോ? ഇല്ലല്ലോ. ആ സാധനം ഉപയോഗിച്ചിട്ട് എങ്ങാനും എന്തെങ്കിലും പ്രശ്നം, ഒരു വയറുവേദന വയറ്റിളക്കം വന്നിരുന്നെങ്കിലോ ഓട്ടോ പിടിച്ച് ഷാജഹാന്റെ നമ്മളെല്ലാം അങ്ങനെയാണ്, നല്ലത് പറയും. സ്വാഭാവികം ഞാനും പറഞ്ഞിട്ടില്ല, നല്ലതും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം എപ്പോഴും ഷാജഹാൻ എന്നെ കണ്ടപ്പോ ചോദിച്ചു എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞ നല്ല പ്രൊഡക്റ്റാണ്. അപ്പൊ ഷാജഹാൻ നിന്റെ ആരോഗ്യത്തിന്റെ, നിന്റെ ഈ പറയുന്ന പ്രതിരോധശേഷിയുടെ പ്രശ്നമാണ് ശ്വാസം മുട്ട് വരുന്നത്, അതുകൊണ്ട് നീ കവചപ്രാശം ഉപയോഗിക്കണം, നിനക്കൊരു ലേഹ്യം ഞാൻ തന്നിട്ടില്ല, അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അന്ന് പറഞ്ഞതിന്റെ കൂടെ കുറച്ചുകൂടി ആരോഗ്യത്തെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്കാകെ അത്ഭുതമായി. കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഷാജഹാൻ എന്ന വ്യക്തി ആരോഗ്യത്തിനെ പറ്റി, വെൽനസിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോ ഓക്കെ, കുഴപ്പമില്ല. ആ വിശ്വാസത്തിന്റെ മുകളിൽ ഞാൻ കവചപ്രാശം കഴിക്കാം. ഒരാഴ്ച കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ, കവചപ്രാശം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ മനസ്സിലാവും. കാരണം നമ്മുടെ ദഹനം കറക്റ്റ് ആവും, നമുക്ക് ക്ഷീണം മാറും, നമുക്ക് എപ്പോഴും എനർജി ഉണ്ടാവും, നമ്മുടെ ഉറക്കം കറക്റ്റ് ആവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. സ്ട്രെങ്ത് ഫീൽ ചെയ്യും. അതങ്ങനെ ഫീൽ ചെയ്തപ്പോൾ സ്വാഭാവികം നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തുടങ്ങി. ഞാൻ 2-3 കൂട്ടം കഴിച്ചിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ കമ്പനിയുടെ ഒരു അച്ചീവറായിട്ട് ഞാൻ നിൽക്കാൻ ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം കവചപ്രാശം ആ ഒരൊറ്റ പ്രോഡക്റ്റ് ആണ്. കാരണം അത് കഴിച്ചതിന്റെ ഭാഗമായിട്ട് 32 വയസ്സ് വരെ ഞാൻ അനുഭവിച്ചിരുന്ന ശ്വാസം മുട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നു. ആ ഒരൊറ്റ റിസൾട്ടിനാണ് ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. പ്രൊഡക്റ്റ് വിശ്വാസം വന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് നോക്കുമ്പോൾ അമ്മക്ക് ബ്ലഡിന്റെ അളവ് കുറവാണ്, കൊടുത്തു നമ്മുടെ ലിക്വിഡ്. കാരണം പ്രൊഡക്റ്റിൽ വിശ്വാസം വന്നു. വൈഫിന് ബ്ലഡുമായിട്ട് അലർജി പോലെ കൊടുത്തു, ബ്ലഡ് റിസൾട്ട് വന്നു. പെങ്ങൾക്ക് മെൻസസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നമാണ്, കൊടുത്തു വുമൺ കമ്പാൻ. വൈഫിന്റെ വീട്ടിലെ നമുക്കൊക്കെ ഊരവേദനയും നടുവേദനയും ഫ്രണ്ട്സിന് കുറെ ആൾക്ക് പല അസുഖങ്ങളുണ്ട്, കുറെ കിഡ്നി സ്റ്റോണിന്റെ മൂത്രത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, കൊടുത്തു നമ്മുടെ അങ്ങനെ ധൈര്യത്തിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി. ആരെന്ത് അസുഖത്തിനെ പറ്റി സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുമ്പോഴും ഓരോ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റൊക്കെ ഞാൻ ഷാജഹാനോട് പൈസ കൊടുക്കുന്നു, വാങ്ങിക്കുന്നു. ഞാൻ ഈ കമ്പനിയുടെ പ്ലാനോ ഐഡി രജിസ്ട്രേഷനോ ടീം ബിൽഡിങ്ങോ ഒന്നും എനിക്കറിയില്ല. ഞാൻ പൈസ കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, പൈസ കൊടുക്കുന്നു, വാങ്ങിക്കും. ഇവരെന്തൊക്കെ ചെയ്യുന്നത്? ഇടയ്ക്ക് എപ്പോഴും ഷാജഹാൻ എന്നോട് പറഞ്ഞു നിന്റെ പാൻ വേണം, ബാങ്ക് പാസ്ബുക്ക് വേണം, അതേപോലെ ആധാർ കാർഡ്, KYC അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ കൊടുക്കും. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബുധനാഴ്ച വൈകിട്ട് എന്റെ അക്കൗണ്ടിൽ 659 രൂപ മൈലേജ് ക്രെഡിറ്റ് ആയി. അതുവരെ ബിസിനസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതുവരെ ഞാൻ ചിന്തിച്ചിരുന്ന ബിസിനസ് ആണ്. കാരണം എന്റെ മൈൻഡിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് പണം ഉണ്ടാക്കുന്നതാണ് ബിസിനസ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ബിസിനസ്സാണ്. ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി വേണമെന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങിച്ചു, 659 കിട്ടി. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നി ഈ ബിസിനസ്സിൽ എന്താണ്. ആ സമയത്ത് കോവിഡ് ഒന്ന് ഡൗൺ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഇൻകം എങ്ങനെയൊക്കെ ഉണ്ടാക്കണം. നിലവിലത്തെ ബിസിനസ് ഒക്കെ ഡൗൺ ആണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ സാമ്പത്തികമായിട്ട് എന്തില്ല, സൗകര്യം ഇല്ല. അപ്പം ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ബിസിനസ് ആണെന്നതിന്റെ കാര്യം. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത പൈസ എന്റെ കയ്യിൽ കൃത്യമായിട്ട് ബോധ്യം. പിന്നെ മീറ്റിംഗിലേക്ക് പോകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ട് ഒരുപാട് പേർ ആഴ്ചയിൽ 5000, 10,000 വരുമാനം വായിച്ചതും അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് കുറച്ചുകൂടി ആധികാരികമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യമൊക്കെ എന്നെ RTPയിലേക്ക് വിളിച്ചു, ഞാൻ പോയിട്ടില്ല. പക്ഷെ രണ്ടാമത് RTP വരുമ്പോൾ ഞാൻ അങ്ങോട്ടേ ലീഡേഴ്സ് പറഞ്ഞു അടുത്ത RTP എപ്പോഴാണ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം അപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ബിസിനസ് SITയുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ, മൈലേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ മനസ്സിലായി ഇത് എനിക്ക് വേണ്ടുന്ന ബിസിനസ് ആണ്. ജീവിതത്തിൽ ഒരു സാധാരണക്കാരൻ ചെയ്യാൻ പറ്റുന്ന മേഖലകളിലെല്ലാം, അതായത് പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്തു, ഗവൺമെന്റ് ഫേമിൽ വർക്ക് ചെയ്തു, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ഇതാണ് സാധാരണക്കാരൻ നമ്മുടെ നാട്ടിൽ വരുമാനം ഉണ്ടാക്കാൻ ചെയ്യുന്നത്. ഇത് 3 ഞാൻ ചെയ്തു 32 വയസ്സിനുള്ളിൽ. എന്നിട്ടും കുറെ കടവും ബാധ്യതയും ആയ സമയത്ത് യഥാർത്ഥത്തിൽ എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലേഷ് എന്ന് മനസ്സിലായപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. പല പ്രോഗ്രാമിനും പോകാൻ തീരുമാനിച്ചു. അതുവരെ പ്രോഗ്രാം വിളിച്ചാലൊന്നും പോകില്ല. പക്ഷെ അന്നത്തെ ഒരു തിരിച്ചറിവുണ്ടായ പ്രോഗ്രാം, എവിടെയൊക്കെ പ്രോഗ്രാം ഉണ്ട് അന്നൊക്കെ പ്രോഗ്രാമിന് പോകാൻ തീരുമാനിച്ചു. ഈ പറയുന്ന RTP വന്ന സമയത്ത് RTPയിലേക്കും പോയി. RTPയിൽ
പോയതോടുകൂടി ഈ ബിസിനസിന്റെ വലിപ്പം എന്താണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് വിശ്വാസം വന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് എന്റെ ലീഡേഴ്സിനോട് സംസാരിച്ചു. എനിക്ക് ഈ ബിസിനസ് നന്നായിട്ട് ചെയ്യണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ചോദിച്ചപ്പോ ലീഡേഴ്സ് പറഞ്ഞു, എനിക്ക് എത്ര പേർക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും? 25 പേർക്ക് കൊടുക്കാൻ പറ്റും. 25 പേർക്ക് അതുപോലെ ബാക്കി ഞാൻ എപ്പോഴെങ്കിലും കുറച്ച് കൊടുത്തിരുന്നു. അങ്ങനെ 25 പേർക്ക് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അത്രയും പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, സാമ്പത്തികമായിട്ട് ഫുള്ള് കടവും ബാധ്യതയും ഒക്കെയാണ്, ലോണൊക്കെ അടവ് തെറ്റി കിടക്കുകയാണ്, പ്രശ്നമായി കിടക്കുക. അന്ന് 1 ലക്ഷം രൂപ കിട്ടിയിരുന്നെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ബിസിനസ്സിൽ ഉണ്ടാവില്ല. ഞാൻ ഒന്നുകൂടി പറയാം, അന്ന് 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഈ ബിസിനസ്സിലെ പ്രൊഡക്റ്റ് എടുക്കാൻ 1 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയ സമയത്ത്, സ്വരൂപിച്ച സമയത്ത് ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ബിസിനസ്സിൽ ഞാൻ ഉണ്ടാവില്ല. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ ലീഡർമാരും, എല്ലാ ഗസ്റ്റും, എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഒരു സാധാരണക്കാരനാവുക എന്നതല്ല, ഒരു പണക്കാരനാവുക, സാമ്പത്തികമായി മെച്ചപ്പെടുക എന്നുള്ളതാണ്. പണക്കാരനാവണമെങ്കിൽ അല്ലെങ്കിൽ പണക്കാരിയാവണമെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് പണക്കാരെ പോലെ ചിന്തിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ പണം ഉണ്ടാക്കിയ ആൾക്കാർ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. 1 ലക്ഷം രൂപ എന്റെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് ഞാൻ പണം ആ സമയത്ത് പൈസ ഉണ്ടാക്കിയത് എന്റെ ഒരു സുഹൃത്തോട് വാങ്ങിച്ചാണ്. യഥാർത്ഥത്തിൽ ഈ ബാങ്ക് ലോണിൽ പോയി ബാങ്ക് ലോൺ കിട്ടും, പക്ഷെ 1.5 മാസം സമയം എടുക്കും, 45 ദിവസം. അപ്പൊ 45 ദിവസം ജയിച്ച് എനിക്ക് സമയമില്ല. 45 ദിവസം ഒരാളെ വെച്ച് കണ്ടാൽ 45 പേരെ കാണാം. അതിൽ 10 പേര് കൂടെ നിന്നാൽ വലിയ ടീം ഉണ്ടാക്കാം എന്നൊരു വിശ്വാസം വന്നപ്പോൾ 1 നിമിഷം പോലും വെയിറ്റ് എനിക്ക് താല്പര്യം. ഞാൻ അതുകൊണ്ട് ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് പൈസ വാങ്ങിച്ച് സ്വാഭാവികമായിട്ടും ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ലോൺ തിരിച്ചു കൊടുക്കാൻ ധൈര്യത്തിൽ പൈസ വാങ്ങിക്കാൻ തുടങ്ങി. പക്ഷെ ആ 1 ലക്ഷം രൂപ എന്റെ കയ്യിലേക്ക് എന്റെ ഫ്രണ്ട് തരുന്ന സമയത്ത് ഒരു സാധാരണക്കാരനെ പോലെ, അല്ലെ, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളെന്താ ചിന്തിക്കും? 1 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയ നമ്മൾ ഉടനടി കൊടുത്തു തീർക്കാനുള്ള ബാധ്യത പ്രശ്നത്തെ പെട്ടെന്ന് കൊടുത്തു തീർക്കും വീട്, അല്ലെ, കുടുംബശ്രീയിലോ അല്ലെങ്കിൽ അടുത്ത ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തോടോ കടം വാങ്ങിച്ചിട്ടോ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ബാങ്കിലെ സ്റ്റാഫ് നമ്മൾ വീണ്ടും വീണ്ടും പ്രശ്നമാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കെങ്കിൽ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിക്ക് പൈസ കൊടുത്തു ആ കടന്നു. ഇതാണ് സാധാരണക്കാർ. പക്ഷെ പണം ഉണ്ടാക്കിയ ആൾക്കാർ, പണക്കാർ എങ്ങനെ ചിന്തിക്കുന്ന വെച്ചാൽ 1 ലക്ഷം രൂപ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ 1 ലക്ഷം രൂപ കൊണ്ട് 10 ലക്ഷം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ 1 ലക്ഷം രൂപ കൊണ്ട് എങ്ങനെ 1 കോടി ഉണ്ടാക്കാം എന്ന് പണക്കാർ ചിന്തിക്കാം, പണം ഉണ്ടാക്കിയ അങ്ങനെ ചിന്തിക്കാൻ എന്തോ എനിക്ക് പറ്റിയതുകൊണ്ട് അന്ന് ആ 1 ലക്ഷം രൂപ കടക്കാർക്കും അല്ലെങ്കിൽ എങ്ങനെ തിരിച്ച് പൈസ കൊടുക്കാനുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കാതെ ഞാൻ ആ പൈസ പ്രോഡക്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ടീം ബിൽഡ് ചെയ്യാൻ പ്രോഡക്റ്റ് ശക്തമായിട്ട് ശക്തമായി മുന്നോട്ടേക്ക് പോയതിന്റെ ഭാഗമായിട്ട് 1ാമത്തെ മാസം അടിച്ചാലും അതുവരെ ഈ തീരുമാനം എടുക്കാൻ, ഈ ബിസിനസ് ശക്തമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകണം തീരുമാനം കുറച്ച് സമയം പഠിക്കാൻ വേണ്ടി കുറച്ച് മാസങ്ങളെടുത്തു. ഡിയർ ലീഡേഴ്സ്, ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കരുത്. കാരണം നമ്മൾ ഒരുപക്ഷെ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ശ്രീജാ മാഡത്തിനെ പോലെ ലീഡർമാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യമല്ല. ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ പോസിറ്റീവാണ്. പണ്ടൊക്കെ ബിസിനസിനെ പറ്റി പറയുമ്പോൾ നടക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഇന്ന് പറയുന്നത് നടക്കും, നല്ല ബിസിനസ് ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പോസിറ്റീവ് വൈബ് നമ്മുടെ സമൂഹത്തിൽ വന്നു വരും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത പോലെ അല്ലെ, ഞാനൊക്കെ പഠിക്കാൻ വേണ്ടി സമയം എടുത്തത്. അതുകൊണ്ട് അന്ന് ശക്തമായി തീരുമാനം എടുക്കാൻ കുറച്ച് ആഴ്ചകളും കുറച്ച് മാസങ്ങളൊക്കെ ഞാൻ എടുത്തു. പക്ഷെ തീരുമാനം എടുത്തതിന് ശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം തീരുമാനം ശക്തമായി ഇറങ്ങാൻ തീരുമാനിച്ച 1ാമത്തെ മാസം തന്നെ പെർഫോമൻസ് ബോണസ് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തി. 2ാമത്തെ മാസം അടുത്ത റാങ്കിലേക്ക് എത്തി. 3ാമത്തെ മാസം ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തി. കാരണം അതുവരെ സംശയിച്ചിരുന്നു, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്, തീരുമാനം എടുക്കാൻ നിങ്ങൾ എത്ര സമയം വേണം എടുത്തു, പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ശരിയാക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം. കാരണം അപ്പോഴേക്കും 3 മാസം കൊണ്ട് ഒരു പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ കിട്ടി. ആ പ്രോഗ്രാമിൽ ഫാമിലി കോൺടാക്ട് കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞു. കാരണം അന്ന് ഫാമിലി കോൺടാക്ട് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഈ ബിസിനസിനെ പറ്റി പഠിച്ച് എന്റെ കൂടെ പ്രോഗ്രാം ഞാൻ വൈഫിന് ശക്തമായിട്ട് ഈ ബിസിനസ് മനസ്സിലാക്കി അവൾ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവൾ കൂടെ നിന്നതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് വലിയ എതിർപ്പുകൾ ഫാമിലി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രോഗ്രാമിൽ 3 മാസം DTC ആയി കഴിഞ്ഞാൽ വൈഫിനടക്കം സ്റ്റേജിലേക്ക് കോൺടാക്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം ശക്തമായിട്ട് ഓടി. 3 മാസം DTC അടിച്ച് വൈഫിനടക്കം സ്റ്റേജിൽ കയറ്റി കോൺടാക്ട് നേടി. നമ്മൾ ആ പ്രോഗ്രാമിൽ യഥാർത്ഥത്തിൽ എന്റെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ മനസ്സിലായി ബിസിനസ് പറഞ്ഞാൽ അത്തരത്തിലുള്ള വലിയ ബിസിനസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ആണ് ശക്തമായിട്ട് ഇതിലേക്ക് ശക്തമായി കടന്നു വരുന്നത്. അന്ന് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 2000-ഓ 5000-ഓ ഉണ്ടായിരുന്നത്. പക്ഷേ ഓരോ ട്രെയിനിങ് ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ ഇതിലല്ല, ആഴ്ചയിൽ 2,10,000 തന്നെ വാങ്ങിക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ മാറും, നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറും ട്രെയിനിങ്ങിന്റെ ഭാഗമായി. അങ്ങനെ മാറിയതിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അടുത്തൊരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രീം ഗോളായിട്ട് അതുവരേക്കും ബിസിനസ് കൂടി മൊബൈൽ ഫോണും ലാപ്ടോപ്പ് സ്കൂട്ടി അങ്ങനത്തെ വാങ്ങിച്ചു.
പക്ഷെ വലിയൊരു ഡ്രീം എന്ന രീതിയിലേക്ക് കാർ വാങ്ങിക്കാൻ പറ്റും. ഈ ബിസിനസ് ഏറ്റെടുത്ത് 1 വർഷം കൊണ്ട് തന്നെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തിക്കൊണ്ട് 11 ലക്ഷം രൂപയുടെ ടാറ്റ അൾട്രോസിന്റെ കാർ സ്വന്തമാക്കാൻ സാധിക്കും. അത് വെച്ച് അതെടുത്ത് ശക്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ 2,10,000 എന്നുള്ളത് 436ാമത്തെ വീക്കിൽ എന്റെ ഈ കൈകൾ വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പൊ ശക്തമായി ബിസിനസ് ചെയ്യുന്നു. അന്ന് ഒരുപക്ഷെ ഇതിന്റെ വീക്കിലി ഇൻകം ആണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഈ കമ്പനി തരുന്ന 8 തരത്തിലുള്ള ഇൻകം വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോ മാന്യമായിട്ട് ഇൻകം ശക്തമായി അടുത്തൊരു പ്രൊജക്റ്റുമായിട്ട് പ്ലാനിങ് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു 2,10,000 കിട്ടുന്ന സമയത്ത് യഥാർത്ഥം നമ്മുടെ ടീമിനെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ ബിസിനസ് തുടക്കകാലത്തിന് പയ്യനൊരു പ്രോഗ്രാമിലേക്ക് ഞാൻ പോയി. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് എന്ന പ്രോഗ്രാമിന്റെ പ്രൊമോഷൻ പ്രോഗ്രാം. എന്നെ ആദ്യമായിട്ട് ഷാദയെ വിളിച്ചുകൊണ്ട് ഇരുത്താൻ എനിക്കൊന്നും അറിയില്ല. അന്ന് വന്നിട്ട് പ്രസാദ് സർ എന്തൊക്കെ സംസാരിച്ചു ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യമാഷ് എന്തൊക്കെ സംസാരിച്ചു മനസ്സിലായിട്ടില്ല. സോമൻ സാറൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇറങ്ങിയൊക്കെ പോയി. കാരണം സ്റ്റാർട്ടിങ്ങിലാണ് നമുക്കൊന്നും തലയിൽ കയറുന്നില്ല. അപ്പൊ വേറെ എന്തൊക്കെ തിരക്കാം. തുടക്കത്തിലായിരുന്നു. അന്ന് പ്രസാദ് സാർ സംസാരിച്ചിട്ടുള്ള സീലിംഗ് അച്ചീവർ മിഷൻ 100 ടീം SITയുടെ 100 സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മിഷൻ ഉണ്ടായിരുന്നു. സീലിംഗ് അച്ചീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഏറ്റവും വലിയ വരുമാനമായിട്ടുള്ള 2,10,000 രൂപയാണ് എന്നുള്ള കേസ് കൂടി എനിക്കറിയില്ല. പക്ഷെ ഇത് അന്ന് പറയുമ്പോൾ അന്ന് തുടക്കത്തിൽ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം അതേ ഹാളിൽ വെച്ച് സൺ ഇന്റർനാഷണൽ ടീമിന്റെ ലെജൻഡറി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള SIT പയ്യന്നൂരിന്റെ 2,10,000 വെച്ച് ലീഡേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. 1 വർഷം മുന്നേ അതേ ഹാളിൽ എന്താണ് സീലിംഗ് അച്ചീവർ എന്ന് അറിയാത്ത ഞാൻ 1 വർഷങ്ങൾക്ക് ശേഷം സീലിംഗ് അച്ചീവർ ആയിട്ട് അതേ സ്റ്റേജിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് സൺ ഇന്റർനാഷണൽ ടീം. SIT എന്നുള്ള ഒരൊറ്റ ടീമിൽ വന്നതുകൊണ്ട് മാത്രമാണ്. കാരണം കൂടെ വന്നവരെ കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്ന, അവരുടെ വിജയത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരുള്ള ഒരു ടീമാണ് സൺ ടീം. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾ കൂടെ നിങ്ങൾ കൂടെ നിൽക്കാൻ വേണ്ടി ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ നാട്ടിലോ ഫ്രണ്ട്ഷിപ്പ് സർക്കിളോ ഉണ്ടാവില്ല. പക്ഷേ ഈ കമ്പനിയിൽ ടീം SITയിൽ നിങ്ങൾ വിജയിക്കാൻ ഉറച്ച തീരുമാനമെടുത്ത് നിൽക്കാൻ തയ്യാറാണെങ്കിൽ എപ്പോഴും നിങ്ങളെ വിജയിപ്പിക്കാൻ മിനിമം ഒരു 10 പേരെങ്കിലും നിങ്ങൾ ചുറ്റുപാടുക്കും. ഗ്യാരണ്ടിയാണ്. പക്ഷെ വിജയിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള തീരുമാനവും പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുണ്ടാവും. സ്റ്റെപ്പുകൾ നമ്മുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു വരുമാനമായിട്ട് മുന്നോട്ടേക്ക് പോയി. ഇപ്പോ മോശമല്ല. ഇപ്പൊ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു സാധാരണ ജോലിക്ക് പോയിട്ട് ഒരു 20 വർഷം കൊണ്ടൊക്കെ എന്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഇനി അടുത്തൊരു പ്ലാൻ എന്ന് വെച്ചാൽ ഇനി 1 വർഷം കൊണ്ട് എങ്ങനെ സാധാരണക്കാരൻ 20 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 1 മാസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? കാരണം 1 മാസം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഡിയർ ഫ്രണ്ട്സ്. ഇതിൽ 1 മാസം കൊണ്ട് ഒരു സാധാരണക്കാരൻ 20 വർഷമല്ല, 30 വർഷമല്ല, 40 വർഷം ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും കിട്ടുന്ന വരുമാനം 1 മാസം കൊണ്ട് ഉണ്ടാക്കുന്ന വ്യക്തി കൂടി ഈ ബിസിനസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്കും 24 മണിക്കൂറാണ്. ആ വ്യക്തിക്കും 1.5 കിലോഗ്രാം തലച്ചോറാണ്. നമ്മളിപ്പോ തന്നെയല്ലേ നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിൽ ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം വലിയൊരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എന്റെ വണ്ടി മാറ്റാൻ വേണ്ടി പോവുകയാണ്. കൺഫ്യൂഷനിലാണുള്ളത്. 30 ലക്ഷം രൂപയുടെ ഒരു എന്താ പറയാ ഇർപാസ് Series 7 എടുക്കാനുള്ള പ്ലാനാണ്. അല്ലെങ്കിൽ ടാറ്റയുടെ Sierra EV എടുക്കണം. അതിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ എടുക്കുന്നതായിരിക്കും. അതേപോലെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു 5-6 മാസം കൊണ്ട് വീടും കംപ്ലീറ്റ് ആക്കണം. ഏതാണ്ട് കുറച്ച് മാസങ്ങൾ കൊണ്ട് 1 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആണ് തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നടക്കും ഡിയർ ഫ്രണ്ട്സ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എന്റെ ടീമിന്റെ പേര് ടീം SIT സൺ ഇന്റർനാഷണൽ ടീം എന്നാണ്. നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കൂടെ നിൽക്കും. പിന്നെ പഠിക്കണം. അങ്ങനെയുള്ള ഒരു കൂട്ടം ലീഡേഴ്സ് ആണ് ഇതാ ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആരുടെ കൂടെ കൂടുന്ന അവരെ പോലെ ആരുടെ കൂടെ കൂടുന്ന ആരുടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു, ആരുടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നു, അതുപോലെ നമ്മളാവും. നമ്മുടെ പാടത്തേക്ക് നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വേണ്ടി കളിക്കാൻ വിളിച്ചപ്പോൾ നമ്മുടെ കുട്ടികളോട് പറയും, നിങ്ങൾ കുരുത്തക്കേടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വഴക്കാളികളായിട്ടുള്ള കുട്ടികളുടെ കൂടെ പോയല്ലേ. കാരണം നമുക്ക് പേടിയാ നമ്മുടെ കുട്ടി അങ്ങനെ ആയാലും. അതേപോലെ തന്നെ അവിടെ നന്നായിട്ട് നല്ല സ്വഭാവമുള്ള സത്സ്വഭാവമുള്ള കുട്ടികളുടെ ഞാൻ അവരെ കൂടെ പോയി കളിക്കും. അവരെ പോലെ ആവും. കാരണം അവരെ പോലെ ആവാൻ വേണ്ടിയില്ല. അതേപോലെ മൈലേഷിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും സമൂഹത്തിൽ പല സ്ഥലത്തും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ നെഗറ്റീവും പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അവരെ നോക്കല്ലേ. അവരെ നോക്കാതെ മൈ ലൈഫ് സ്റ്റൈലിൽ ശക്തമായി പ്രവർത്തിച്ച് പഠിച്ച് ശക്തമായി ഏറ്റെടുത്ത് വലിയ വരുമാനം ഉണ്ടാക്കി ജീവിതത്തിൽ വലിയ മെച്ചങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കും. നിങ്ങൾ അവരുടെ കൂടെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അതുപോലെ നമ്മളാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ യഥാർത്ഥത്തിൽ
4 ബുദ്ധിമാന്മാരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ 5ാമത്തെ ബുദ്ധിമാൻ നമ്മളായിരിക്കും. 4 പൊട്ടന്മാരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ 5ാമത്തെ പൊട്ടൻ നമ്മളായിരിക്കും. ആരുടെ കൂടെയാണ് നിൽക്കുന്നത് അതുപോലെ നമ്മളുണ്ടാവും. ഇവിടെ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ലീഡേഴ്സ്, സനീഷ് സാറിനെ പോലെ, വിജയ് മാഡത്തെ പോലെ, ഈ പറഞ്ഞ നമ്മുടെ ശ്രീജ മാഡത്തിനെ പോലുള്ള മറ്റു ലീഡേഴ്സിന്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്, ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും. അങ്ങനെ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ലീഡേഴ്സ് ഉണ്ട് ഇവിടെ. അവരുടെ കൂടെ നിൽക്കുക, അവരെ പോലെ നിങ്ങൾക്ക് ആവും. 5 വർഷങ്ങൾക്ക് മുന്നേ ടീം SIT-യിലെ പണം ഉണ്ടാക്കിയിട്ട് ചില ലീഡേഴ്സിനെ കണ്ടു അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് അവരെന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾക്കും സാധിക്കില്ല. സാധാരണ നമ്മുടെ കഴിവൊന്നും ഇതില്ല, നമ്മുടെ കഴിവൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം ഇവിടെ നിങ്ങളുടെ കഴിവല്ല നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്ന തീരുമാനങ്ങളാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മൈലേഷനിൽ ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയിരിക്കുന്നു. വളരെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകും, വളരെ ശക്തമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകും. ഒരു കുട്ടിയെ പോലെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ്. കുട്ടികളുടെ പ്രത്യേകത എന്താണ്? മുതിർന്നവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണെന്ന് പറയും. ഇതാ ഈ പെണ്ണെടുത്തൊരു കുട്ടിയോട് പറയാണ് ഇത് ചീപ്പാണ്, ഇത് ചീപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വരെ ഇത് ചീപ്പാണ്. അത് കുട്ടിക്ക് അറിയില്ല. അതായത് ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് കറക്റ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, നിസ്വാർത്ഥമായിട്ടുള്ള വിശ്വാസം. പ്രൊഫഷനോട് കൂടി ഒരിക്കലും ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കരുത്. വിശ്വസിക്കാൻ പറ്റുന്ന ലീഡേഴ്സാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കാരണം അവര് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെ കൊണ്ടുവന്നു. നിങ്ങളെ വിജയിപ്പിച്ചാൽ മാത്രമേ അവർ വിജയിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ശക്തമായി അവർ കൂടെ നിൽക്കും. അപ്പൊ ഒരു കുട്ടിയെ പോലെ വിശ്വസിക്കാൻ തയ്യാറാവണം. ഒരു കുട്ടിയെ വിശ്വസിക്കാൻ തയ്യാറാവുന്ന ചെറിയൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് നിർത്താം. നമുക്കറിയാം ഇന്ന് നാട്ടിൽ മൊത്തം മഴയും പ്രളയവും ബഹളവും ഒക്കെയാണ്. പക്ഷെ മഴയില്ലാത്ത കാലങ്ങൾ ഉണ്ടാവും, മഴയില്ലാത്ത സമയം ഉണ്ടാവും. ഒരു നാട്ടിൽ തീരെ മഴയില്ലാത്തത് കൊണ്ട് അവിടെയുള്ള സന്യാസിയോട് പോയി സംസാരിച്ചു, ഇവിടെ മഴയില്ല, നമുക്ക് മഴ വരുത്തിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അദ്ദേഹം ഒന്ന് കണക്കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ എല്ലാവരും, സ്ത്രീകൾ ഒഴികെ കുട്ടികൾ ഒഴികെ, നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തുള്ള ആ ഒരു മൈതാനത്ത് പോയിട്ട് ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിക്കണം. മഴ പെയ്യാൻ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ മഴ പെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. 1ാമത്തെ ദിവസം പ്രാർത്ഥിച്ച എല്ലാവരും പോയിട്ട്, അപ്പോ അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു എനിക്കും പ്രാർത്ഥിക്കണം. അപ്പൊ കുട്ടിയോട് പറഞ്ഞില്ല, നിന്നെ കൂട്ടില്ല. എന്നിട്ട് കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് മുതിർന്നവർ മാത്രം പ്രാർത്ഥിച്ചു. 1ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, 2ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, മുതിർന്നവർ മാത്രം. 3ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, മുതിർന്നവർ മാത്രം. കുട്ടിയെ അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കാൻ കൂടെ നിർത്തുന്നില്ല. പക്ഷെ 4ാമത്തെ ദിവസം ഇതേ കുട്ടി വന്നത് എനിക്കും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന പുറകെ ഒരു കാര്യം ചെയ്യും, 3-4 ദിവസമായില്ലേ പ്രാർത്ഥിച്ചോട്ടെ, അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, ആ കുട്ടി പ്രാർത്ഥിച്ച ആ ദിവസം അവിടെ മഴ പെയ്തു. കാരണം മറ്റൊന്നുമല്ല, ആ കുട്ടി പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് ഒരു കൊടയും എടുത്തിട്ടാ വന്നത്. ആ കുട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും. അതേപോലെ പ്രവർത്തിച്ച 2,10,000 എനിക്കും കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാവും. അങ്ങനെ തയ്യാറാവുന്ന സമയത്താണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുക, മാറ്റം ഉണ്ടാവുക. അങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. SIT-യുടെ പ്ലാറ്റ്ഫോം, മൈലേഷന്റെ പ്ലാറ്റ്ഫോം വളരെ വലുതായിട്ടുള്ള, വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്, മഹത്തരമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങൾക്ക് എല്ലാ വിജയവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഗ്രേറ്റ് റീജിയണൽ ടീം കോർഡിനേറ്റർ ശ്രീജ മാഡത്തിന് എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ വിചാരിക്കുന്നത് എക്സ്പീരിയൻസ് മാത്രമാണ്, കൺക്ലൂഡിംഗ് എല്ലാം വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസ നടത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈലേജ് സ്റ്റൈൽ. താങ്ക് യു.